ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 38 അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്കും അതിൻ്റെ മേൽനോട്ടം വഹിച്ച വിശ്വസ്തനായ ദൈവദാസന്മാരായ ഈതാമാർ, ബസലേൽ, ഒഹോലിയാബ് എന്നിവരുടെ ശുശ്രൂഷയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാന വിഷയം വിശ്വസ്തത ദൈവം ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. ഈ ധ്യാനം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനും ജീവനുള്ള പ്രത്യാശയ്ക്കും അങ്ങേക്ക് സകല മഹത്വവും സ്തുതിയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹവും അങ്ങയുടെ കൃപയുടെ ഫലമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഈ ധ്യാനം കേൾക്കുന്ന ഓരോ കുടുംബത്തിനും തമ്പുരാനെ സമാധാനവും ആരോഗ്യവും ആത്മീക വളർച്ചയും നൽകണമേ. ഇന്നത്തെ ദിവസം ദൈവ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ ആരംഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. പുറപ്പാട് പുസ്തകം 38 അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗം. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യ കൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോട് കൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായി കൊത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹൊലിയാബും ഉണ്ടായിരുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഈ കേട്ട തിരുവചന ഭാഗങ്ങളിൽ അത്ഭുതങ്ങളോ വലിയ ഒരു സംഭവമോ അല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പകരം സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്കുകളും ഉത്തരവാദിത്വമുള്ള ചില വ്യക്തികളുടെ പേരുകളുമാണ് ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ പറയുന്നത്. എന്നാൽ ഈ പേരുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇടം പിടിച്ചത് ഒരു വലിയ ആത്മീയ സന്ദേശം നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ ചെയ്ത സേവനം ഒരിക്കലും ദൈവം മറക്കുകയില്ല. ബസലേൽ തൻ്റെ കഴിവ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചു. ഒഹൊലിയാബ് തൻ്റെ പ്രാവീണ്യം അത് ദൈവത്തിനായി സമർപ്പിച്ചു. ഈതാമാർ ഉത്തരവാദിത്വത്തോടെ എല്ലാം കണക്കാക്കി. ഓരോരുത്തരും വ്യത്യസ്തമായ ജോലി ചെയ്തെങ്കിലും എല്ലാവരും ദൈവരാജ്യ നിർമ്മാണത്തിൻ്റെ പങ്കാളികളായിരുന്നു. ദൈവം ഇന്നും മനുഷ്യരുടെ കഴിവിനേക്കാൾ അവരുടെ വിശ്വസ്തതയെയാണ് അന്വേഷിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്ത് പലരും അംഗീകാരത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മെ വിളിക്കുന്നത് പ്രശസ്തരാകുവാനല്ല, വിശ്വസ്തരാകുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരു അധ്യാപകനായിരിക്കാം, നിങ്ങൾ ഒരു തൊഴിലിലായിരിക്കാം, നിങ്ങൾ ഒരു വീട്ടമ്മയായിരിക്കാം, ഒരു സഭയിലെ ഒരു ചെറിയ ശുശ്രൂഷകനായിരിക്കാം. ഏതു മേഖലകളിലാണെങ്കിലും നിങ്ങളുടെ ജോലി എത്ര ചെറുതായാലും അത് ദൈവത്തിന് സമർപ്പിച്ചാൽ അത് മഹത്തായ അനുഗ്രഹമായ വലിയ ഒരു ശുശ്രൂഷയായി മാറും.
ദൈവം നിങ്ങളുടെ പേരറിയുന്നു. ദൈവം നിങ്ങളുടെ കണ്ണുനീർ അറിയുന്നു. നിങ്ങളുടെ ആത്മാർത്ഥത അവൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. അതുകൊണ്ട് മനുഷ്യരുടെ കയ്യടിക്കു വേണ്ടിയല്ല, ദൈവത്തിൻ്റെ പ്രസാദത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. വിശ്വസ്തരായ ദൈവമക്കളായി ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ കഴിവുകളും സമയവും അവസരങ്ങളും അങ്ങയുടെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഉള്ള ഒരു ജ്ഞാനം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭകളെ, സമൂഹത്തെ ആത്മീയമായി തമ്പുരാനെ വളർത്തണമേ. ആരും കാണാത്ത ശുശ്രൂഷകളിലും വിശ്വസ്തരായി തുടരുവാൻ തമ്പുരാനെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നു ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. ഈ ധ്യാനം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ ദിവസവുമുള്ള ദൈവവചന ധ്യാനത്തോടൊപ്പം ചേരുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.